പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മലരിക്കൽ എന്ന ഗ്രാമത്തിലേക്കാണ് നമ്മളുടെ യാത്ര. അവിടെ ആമ്പൽപ്പൂക്കളുടെ ഒരു പാടം ഉണ്ട്. അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പം ഇത് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പോകണം എന്ന് വിചാരിച്ച് ഞാൻ ഇനി നാട്ടിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഇപ്രാവശ്യം ഇത് കണ്ടിട്ട് തന്നെയുള്ളൂ കാര്യം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോകുന്നത്. ഇത് കോട്ടയം ടൗണിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ദൂരെയായിട്ട് തിരുവാർപ്പ് എന്ന ഗ്രാമത്തിൽ ആണ് ഈ സംഭവം. അത് 800 ഏക്കറോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ആമ്പൽപ്പാടം. എത്ര ഭംഗിയായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അത് ചുവന്ന ആമ്പലാണ് കേട്ടോ നിറച്ചുള്ളത്. ഇടയ്ക്കൊക്കെ മാത്രം വെള്ള ആമ്പൽപ്പൂക്കളും കാണാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ പ്രതീക്ഷയോടെ വരുമ്പം ആദ്യം നമ്മളൊരു വലിയ പാലത്തിൽ കൂടി കയറിയിട്ട് അകത്തോട്ട് കിടക്കുന്ന സമയത്ത് വഴിയിൽ മുഴുവൻ ഇങ്ങനെ ആമ്പൽപ്പൂക്കളും ആമ്പൽപ്പൂക്കളുടെ ബൊക്കെ പോലെ ഉണ്ടാക്കിയിട്ട് കുറേ ആളുകൾ ഇത് വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ നമുക്കറിയാം ഇവിടെ ഇതെത്ര നന്നായിട്ട് ആമ്പലുള്ള സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ഇത്രയും വിൽക്കാനായിട്ട് കൊണ്ട് നടക്കുന്നത്. സ്കൂളിൽ പോകുന്നില്ലേ? സൺഡേ അല്ല, ഞാൻ ചോദിക്കാം സ്കൂളിൽ പോകാറുണ്ടോ അതോ എന്തിതാണോ? അല്ല അല്ലേ, പോയെന്നാ പറഞ്ഞേ. ഞങ്ങളവിടെ നിന്നപ്പോൾ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഈ പൂവിൻ്റെ ഈ ഒരു ബൊക്കെ പോലെ ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു കൊച്ചു കുട്ടിയോട് ഞാൻ ചോദിച്ചു, ഇത് എന്നത്തെയും പണിയാണോ അത് സൺഡേയിൽ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞ് സ്കൂളിലൊക്കെ പോകാറുണ്ട്, അവധിക്ക് മാത്രമാണ് ഈ പരിപാടി. അപ്പം ഞങ്ങൾ പോയതൊരു സൺഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഇത്രയും പൂവിന് 30 രൂപയാണ് കേട്ടോ ആ കുട്ടി ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ നമ്മളെ അകത്തോട്ട് 1 മണിക്കൂർ നേരം അവർ ട്രാവൽ ചെയ്യിപ്പിക്കും. അതായത് അകത്തോട്ടാണ് ഒത്തിരി ഭയങ്കര വലുതായിട്ട് നമുക്ക് അമ്പൽപ്പാടങ്ങൾ കാണാൻ കഴിയുക. അതായത് നമ്മളിങ്ങനെ കോട്ടയത്തുനിന്ന് തിരുവാർപ്പള്ളി മലരിക്കലോട്ട് എൻട്രി ചെയ്യുന്ന സ്ഥലത്തൊക്കെ കുറേ പാടങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ കുറവാണ് കേട്ടോ ഈ ആമ്പൽപ്പൂക്കൾ. നമ്മളത് കുറേ അങ്ങ് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയിട്ട് അവിടെ ഒരു പാലം പോലെ എൻഡ് ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ബോട്ട് റൈഡ്സും ഏറ്റവും കൂടുതൽ ആമ്പൽപ്പൂക്കൾ കാണാൻ കിട്ടുന്നതും. ഇത് നമുക്ക് തന്നെ നേരത്തെ തന്നെ അറിയാവുന്നതുകൊണ്ടാണ് ചില ആളുകളൊക്കെ തുടക്കത്തിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് അവിടെ ഒരു ചെറിയ ബോട്ട് ടൂർ എടുത്ത് തിരിച്ചു പോരാറുണ്ട്. അങ്ങനെ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് നിങ്ങൾ അഥവാ പോകുന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറേ ദൂരം അങ്ങ് ഡ്രൈവ് ചെയ്ത് പോവുക, എൻഡ് വരെ പോവുക. അവിടെയാണ് ഏറ്റവും നന്നായിട്ട് ഈ സീസണിൽ, ഇപ്പോൾ ജൂലൈയിൽ ഏറ്റവും നന്നായിട്ട് ആമ്പൽപ്പൂക്കൾ കാണാൻ കഴിയുന്നത്. ഇത് അവിടെ നമ്മുടെ ബോട്ടിൽ ഓടിച്ചിരുന്ന ആൾ പറഞ്ഞതാണ് കേട്ടോ. ഒത്തിരി പേർക്ക് അബദ്ധം പറ്റാറുണ്ട് ഡ്രൈവ് ചെയ്ത് വരുന്നവർക്ക്. നമ്മൾ ആദ്യം തന്നെ നിർത്തിയിട്ട് അങ്ങ് പോകുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ നേരത്തേക്ക് 1000 രൂപയാണ് കേട്ടോ ഇവർ ചാർജ് ചെയ്യുന്നത്. 1 മണിക്കൂർ, അതായത് നമ്മൾ വരുന്ന സമയം എന്ന് പറഞ്ഞാൽ 5:45 തൊട്ട് അവിടെ ബോട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ആ സമയത്ത് ഏർലി മോർണിംഗ് വന്നാൽ മാത്രമാണ് നന്നായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും നന്നായിട്ട് കാണാനും കഴിയുക. അതായത് ഉച്ചയാകുമ്പോഴത്തേനും ഇത് ആമ്പലെല്ലാം വാടിത്തുടങ്ങുമല്ലോ. ഉച്ച കഴിയുമ്പോഴത്തേനും അതങ്ങ് കറക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു ഉച്ച സമയത്തൊക്കെയാണ് നമ്മൾ അവിടെ ചെല്ലുന്നെങ്കിൽ അതിങ്ങനെ കറുത്ത കളറിലായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് വരുന്നവർ വെളുപ്പിനെ തന്നെ വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഏറ്റവും ഭംഗി. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 6 മണിയായി. ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 6:45 നമ്മൾ എത്തി. 6:30 കഴിഞ്ഞപ്പോഴേ നമ്മൾ എത്തി. അപ്പോൾ ആ സമയമായിട്ട് നല്ല രസമുണ്ടായിരുന്നു, മഴയില്ലായിരുന്നുകൊണ്ട്. പക്ഷെ കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേനും വെയിൽ അങ്ങ് നല്ലതായിട്ട് വരുമ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ കണ്ണിങ്ങനെ വെയിലിൻ്റെ ആ റിഫ്ലക്ഷൻ കൊണ്ടേ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നതായിട്ട് തോന്നും. പക്ഷെ എന്നാലും ഞങ്ങൾ പോയ സമയം ബെസ്റ്റായിരുന്നു എന്ന് ബോട്ട് ഓടിക്കുന്ന ആൾ പറഞ്ഞു കേട്ടോ. അതായത് മോട്ടറൈസ്ഡ് ബോട്ടാണ് കേട്ടോ, തുഴയുന്ന ബോട്ടല്ല, മോട്ടറൈസ്ഡ്, അതായത് വള്ളമല്ല, ബോട്ടാണ്. വള്ളം തന്നെയാണ്, തുഴയുന്നതല്ല എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോരുത്തർ എഴുന്നേറ്റ് നിന്നിട്ട് അത് കാണാണ്. എഴുന്നേറ്റ് നിന്ന് കാണുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഭയങ്കര പിങ്ക് കളറിൽ ഫുൾ കാണാൻ പറ്റും കേട്ടോ. ഇപ്പം നമ്മൾ ആംസ്റ്റർഡാമിലും ഒക്കെ പോയി നമ്മൾ ട്യൂലിപ്പ് ഗാർഡൻ കാണാൻ പോകും. അതൊക്കെ എന്ത്
ഇതായിട്ടാണ് നമ്മൾ എത്രയോ നാളുകളായിട്ട് ടൂറിസം ഭയങ്കരമായിട്ടുള്ള സ്ഥലങ്ങളാണല്ലേ അതൊക്കെ. ഈ മലരിക്കൽ എന്ന് പറയുന്ന സ്ഥലം പണ്ട് മുതൽക്ക് തന്നെ ഇങ്ങനെ അമ്പൽപ്പൂക്കൾ ഉണ്ടാകുകയും അത് കഴിയുമ്പം അത് 2-3 മാസം കഴിയുമ്പോൾ ഇത് പിന്നെ കൃഷിയിടങ്ങളായിട്ട് മാറ്റുകയും ചെയ്യുന്നതാണ്. പക്ഷെങ്കിൽ ഇപ്പം ഈ സോഷ്യൽ മീഡിയയുടെ ഒരു എന്താ പറയുന്നത് അതിപ്രസരം കൊണ്ടാണ് ഇങ്ങനെയുള്ള ചെറിയ ഗ്രാമങ്ങളൊക്കെ നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻസായി തീരുകയും അവിടത്തേക്ക് കുറേ ആളുകൾ ഏതെല്ലാം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് ആളുകൾ ഇത് കാണാൻ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്കുള്ള കുറേ ഒരു ഗുണം അത് തന്നെയാണല്ലോ അല്ലേ. കുറേ സ്ഥലങ്ങൾ വൈറലാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട്, ഒന്നും നമുക്കറിയാൻ പോലും പാടില്ലാത്ത. ഞാൻ ഓർക്കായിരുന്നു, ഞാനൊക്കെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇത്രയൊക്കെ സ്ഥലങ്ങളുണ്ട്, നമുക്കൊന്നും കാണാൻ പോലും ഇത്രയ്ക്കൊന്നും നമുക്കറിയത്തില്ല. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടെന്ന്. ശരിക്കും അല്ലേ, ശരിയല്ലേ? ഇപ്പം നമ്മളിതൊക്കെ കാണുമ്പം അങ്ങനെ അതുകൊണ്ട് കേരളത്തെ ഒരു ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയാണല്ലേ ഉള്ളത്. ഇത്രയും ഗ്രീനറി ഉള്ള സ്ഥലങ്ങൾ. ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഇത് റീലെടുത്തിട്ട് പോസ്റ്റ് ചെയ്തപ്പം എൻ്റെ അവിടെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് അവർ പറയാൻ ഇത് കണ്ടിട്ട് കേരളമാണെന്ന് തോന്നുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു കേരളത്തെ നമ്മളങ്ങനെ ചെറുതായി കാണാൻ പാടില്ല, കേരളത്തിലോട്ടൊന്ന് വന്ന് നോക്കൂ. അതായത് ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ കേരളത്തിലുണ്ടെങ്കിലും കുറേ അണ്ടർ റേറ്റഡ് ആണല്ലേ ഇപ്പോഴൊക്കെ. പക്ഷെ കുറേ കേരളത്തിൽ ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും സോഷ്യൽ മീഡിയയ്ക്ക് തന്നെയാണല്ലേ. അങ്ങനെ ഞങ്ങൾ ഒരു മണിക്കൂർ നേരം ഒരു മണിക്കൂർ സമയം പോയതറിഞ്ഞില്ല. ഒരു ചാല് പോലെ ഒരു നടുക്കൂടെ മാത്രം ഇങ്ങനെ ഈ വള്ളം പോകാനായിട്ട് സ്ഥലം ഇട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ഈ പൂവെല്ലാം നശിച്ചു പോകുമല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മളങ്ങനെ പറിക്കരുത്, പറിച്ചാൽ അതിൻ്റെ ഭംഗി പോകുമല്ലോ. ഒരെണ്ണം വല്ലതും പറിക്കാൻ പറഞ്ഞിട്ട് ഞാനും എൻ്റെ കസിൻ്റെ മോളും ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് പറിച്ചെടുത്ത് കേട്ടോ. അത്രേ പറിച്ചുള്ളൂ. ബാക്കി അങ്ങനെ പോയാൽ നമ്മൾ അത് നശിപ്പിക്കുകയാണല്ലോ, ഇക്കോ സിസ്റ്റം നശിപ്പിക്കരുതല്ലോ. അങ്ങനെ നമ്മളവിടെ ബോട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ. കുറേ നേരം അവരവിടെ കുറേ ഏറ്റവും കൂടുതൽ നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് വരുമ്പോൾ അവരിങ്ങനെ ബോട്ട് അവിടെ നിർത്തിയിട്ട് തരും. അപ്പം നമുക്ക് കുറേ നേരം പിന്നെ ഞാൻ ബോട്ടെന്ന് പറയുന്നത് വള്ളം നിർത്തിയിട്ട് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കുറേ ഫോട്ടോസോ റീൽസോ ഒക്കെ എടുക്കേണ്ടവർക്ക് എടുക്കാം. ഞാനങ്ങനെ കുറേ എടുത്തില്ല കേട്ടോ. എന്നാലും നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് എപ്പോഴും നമുക്ക് പറ്റാറുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കുന്ന ആ ഭംഗി കുറേ നമുക്ക് മിസ് ചെയ്യല്ലേ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഗ്യാതറിങ്ങിലാണെങ്കിലും സ്ഥലം കാണാൻ പോകുമ്പോഴാണെങ്കിലും നമ്മൾ കൂടുതൽ സമയം ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ സ്പെൻഡ് ചെയ്യുമ്പോൾ ബാക്കി നമ്മുടെ കണ്ണുകൾ കൊണ്ട് നമ്മളെ കണ്ട് ആസ്വദിക്കുന്ന ആ ടൈം കുറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മെമ്മറീസ് ആണല്ലോ, നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അതുകൊണ്ട് നമ്മൾ മെമ്മറീസ് ഫെയ്ഡായപ്പോലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെയും കാണാം. അപ്പം എല്ലാവരും ഫോട്ടോ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല രസമായിട്ടൊരു സൺഡേ മോർണിംഗ് ആണ്, ഞങ്ങൾ ഏർലി മോർണിംഗ് ആണ് പോയത്. അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവർക്കൊന്നും വരാൻ വലിയ താല്പര്യമില്ല, എൻ്റെ നിർബന്ധം കൊണ്ട് ഇവർ വന്നതാണെങ്കിലും വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികളും പറഞ്ഞു നല്ല രസമുണ്ട്, നന്നായി വന്നത് എന്ന് പറഞ്ഞു. ആ ലൈറ്റും ഒരു വലിയ ചൂടില്ലാത്തൊരു സമയവും മഴയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പൽപ്പൂക്കളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ് കേട്ടോ. ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പം അവർ നമ്മുടെ അവിടെ നിന്ന് വള്ളം തിരിച്ച് നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ നമ്മളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്രാവശ്യം ഞാനിത് കണ്ടില്ലായിരുന്നെങ്കിൽ ഇത് ശരിക്കും മിസ്സായി പോയേനെ കേട്ടോ. പിന്നെ ഇതിൻ്റെ സീസൺ എന്ന് പറയുന്നത് ഇപ്പോഴാണ്, ജൂലൈ മുതൽ ഓഗസ്റ്റ് വരെയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴും ഒക്ടോബറിലുണ്ടെന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ബ്ലൂമിങ് ആയിട്ടുള്ള സമയം ഇതാണ് കേട്ടോ. അപ്പോൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഇതാണ്, ഈ ജൂലൈ ഓഗസ്റ്റ്. അപ്പോൾ ആരെങ്കിലും വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നൊക്കെ ഉള്ളവർ അല്ലെങ്കിൽ വെളിയിൽ നിന്ന് വരുന്നവർ ഈ സമയത്ത് വരികയാണെങ്കിൽ ഇന്ന് കോട്ടയത്ത് വരിക. കോട്ടയത്ത് വന്നാൽ കോട്ടയം ഞങ്ങളുടെ നാടാണല്ലോ. കോട്ടയത്ത് ഞങ്ങൾ കുറേ പുകഴ്ത്തി പറയും. കോട്ടയത്ത് വരിക, കോട്ടയത്ത് നിന്ന് ഇല്ലിക്കൽ ജംഗ്ഷനിൽ കൂടെ വന്നിട്ട് ഈ തിരുവാർപ്പ് എന്ന് പറയുന്ന മലരിക്കൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വരിക, ആമ്പൽപ്പാടം കാണുക. തിരിച്ചു പോകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കോട്ടയംകാരുടെ ഫിഷ് കറി മീൽസ് കഴിച്ചിട്ട് പോവുക. അതായത് കോട്ടയംകാരുടെ ഏറ്റവും എന്താ പറയുക, കോട്ടയത്തിൻ്റെ പേര് കേൾപ്പിക്കുന്നത് തന്നെ കോട്ടയംകാരുടെ മീൻകറിയാണല്ലേ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇത് കണ്ടിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കോട്ടയംകാരുടെ മീൻകറി കൂട്ടി ചോറുണ്ണുക. അങ്ങനെയാണ് ഞങ്ങളുടെ കോട്ടയം. അടിപൊളിയല്ലേ നമ്മുടെ കോട്ടയം. കോട്ടയം എന്ന് പറയുമ്പോൾ എനിക്കെപ്പോഴും എന്താ പറയുന്നത്, അതൊരു ഫീല് തന്നെയാണ് കേട്ടോ. കോട്ടയത്തെ ഫുഡും കോട്ടയത്തെ സ്ഥലങ്ങളും കോട്ടയത്തെ മഴയും കോട്ടയത്തെ കാറ്റും, അങ്ങനെ നമ്മൾ കവിത എഴുതാൻ അറിയാവുന്നവർക്ക് പറയാൻ പറ്റുമല്ലേ. അങ്ങനെ കോട്ടയമാണ് എൻ്റെ നാട്, എന്നും എനിക്കിഷ്ടമുള്ള നാട്. അപ്പം അങ്ങനെ നിങ്ങളെല്ലാവരും ആരെങ്കിലുമൊക്കെ മലരിക്കൽ അമ്പൽപ്പാടം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോട്ടയത്ത് വരിക. പിന്നെ അതിൻ്റെ പുറകെ എൻ്റെ ഒരു സജഷനാണ് കോട്ടയത്ത് വന്നിട്ട് നല്ല ഫിഷ് കറി മീൽസ് കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം ഇപ്പം ഈ പ്രാവശ്യം നമ്മൾ കാലം തെറ്റിയുള്ള മഴയാണ്ട്, ചില സമയത്തൊക്കെ മഴയുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പോൾ കുറച്ച് ഡിസ്റ്റർബൻസ് ആയിരിക്കും. ചെറിയ മഴയാണെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ.
അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞ് ആ സമയം തീരാറായി കേട്ടോ. നമ്മുടെ ബോട്ട് നമ്മുടെ കരയിലോട്ട് അടുക്കാറായി. അങ്ങനെ ഞങ്ങൾ ബോട്ട് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ, വള്ളം കരയിലോട്ട് അടുക്കാറായി. അങ്ങനെ നമ്മൾ അന്നത്തെ ഒരു യാത്ര അവസാനിപ്പിച്ച് നല്ല കുറേ മെമ്മറീസായിട്ട് തിരിച്ചു പോവുകയാണ്. ഇനി എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നാട്ടിൽ. ഒരു വ്ളോഗും കൂടെ മേ ബി ഞാൻ നാട്ടിൽ നിന്ന് ഇടുമായിരിക്കും. പിന്നെ ഇനി അടുത്ത വരവിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. നാടെപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. അത് നാട്ടിൽ നിന്ന് പോയവർക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. നാടെന്ന് കേൾക്കുമ്പം നാട്ടിൽ മഴ പെയ്യുന്നു, നാട്ടിൽ എന്താ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് നാട്ടിലെ ഫുഡ് കാണുമ്പോൾ, നാട്ടിലെ ഇല വെട്ടിയുള്ള സദ്യ കഴിക്കുന്ന കാണുമ്പോൾ, നാട്ടിലെ കല്യാണങ്ങൾ എല്ലാം നമ്മൾ മിസ് ചെയ്യും. കുറേ മിസ് ചെയ്ത് കുറേ ആഗ്രഹങ്ങളായിട്ട് അടുത്ത വരവിനായിട്ട് കാത്തിരിക്കും അല്ലേ, എപ്പോഴാണെന്നറിയത്തില്ല. അങ്ങനെ ഈ പ്രാവശ്യത്തെ എൻ്റെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുന്ന ലാസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലുമൊക്കെ പുതുതായിട്ട് കുറേ സ്ഥലങ്ങളിൽ പോകണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ. നാട്ടിൽ നിന്ന് പോകുന്ന എപ്പോഴും എനിക്കൊരു വിഷമം തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യം കുറേ എൻ്റെ ലോങ് സ്റ്റേ ആയിപ്പോയി, കുറേ സംഗതികൾ അവിടെ ചെന്നിട്ടും ചെയ്യാനുണ്ടല്ലോ. അപ്പോൾ ഇനി നമ്മുടെ പതിവ് വീഡിയോസ്, അതായത് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ്സും നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഫുഡും നാട്ടിലെ മിസ്സിങ്ങും ഒക്കെ ആയിട്ട് ഒരു വ്ളോഗ്സ് ആയിരിക്കും ഇനിയും വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.